സ്ത്രീകളോടാണ് പറയാനുള്ളത്. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ സ്ത്രീയുടെ സ്പേസ് എടുക്കാൻ വേണ്ടി പഠിക്കണം. അതാണ് ഈ വനിതാ ദിനത്തിൽ നമ്മൾ ഓരോ പെൺകുട്ടികളോട് ഓരോ സ്ത്രീയോട് പറയാനുള്ളത്. കാരണം നമുക്കൊരു ഇടം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ നമ്മുടെ സ്ഥലം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഇരിക്കാൻ ശ്രമിക്കണം. അത് ഞാൻ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തത്തോടും കോൺഫിഡൻസോടും കൂടി ആയിരിക്കണം സമൂഹത്തിൽ ഇറങ്ങുന്നതും പെരുമാറുന്നതും. അത് അവളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള അതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ ഇപ്പോ സ്ത്രീയുടെ സ്വത്തവകാശത്തിന് വേണ്ടി മുസ്ലിം സ്ത്രീകള് കോടതിയിൽ പോയിരിക്കണ എന്തിനാണ്? കാരണം സ്ത്രീയുടെ സ്ഥാനം ശക്തമാക്കണമെങ്കിൽ അവൾക്ക് സ്വന്തമായിട്ട് നിലനിൽപ്പ് വേണമെങ്കിൽ എന്ത് വേണം? അവൾക്ക് സാമ്പത്തികമായിട്ട് വേണം. പോക്കറ്റ് പോലും ഇല്ലാത്ത വസ്ത്രം ധരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളെ സ്ത്രീകൾ വന്നത്. ഇന്ന് ഏത് ഡ്രസ്സും ഇടാനും പോവാനും ഒക്കെ സ്ത്രീക്ക് അധികാരമുണ്ട്. നമ്മൾ വിമാനം ഓട്ടാൻ തുടങ്ങി, ബഹിരാകാശത്ത് പോവാൻ തുടങ്ങി, എല്ലാം ചെയ്താലും ഒരു സ്ത്രീക്ക് ഒരു കുഴപ്പം വന്നാല്, എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അപ്പൊ അവളുടെ വസ്ത്രത്തിനെയോ അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ആരെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ അവളെ തലയിലെ തുണി വീണുപോയോ, ഇതൊക്കെയാണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത്. ലോകത്ത് എവിടെയില്ലാത്ത പോലെ കേരളത്തിലാണ് ഈ വക കാര്യങ്ങൾക്ക് മുൻതൂക്കം വരുന്നത്. വേറെ സ്ഥലത്തൊന്നും അത്രയധികം അവളുടെ ഡ്രസ്സിനെ പറ്റിയോ ഒന്നും പറയില്ല. അപ്പൊ ഒരു സ്ത്രീക്ക് അവൾ അപമാനിക്കപ്പെട്ടാലോ അവൾ ആക്രമിക്കപ്പെട്ടാലോ മറ്റൊരാളോട് പറയാൻ പേടിയാ. സ്വന്തം വീട്ടിൽ പോയി സ്വന്തം അച്ഛനമ്മനോട് പറയാൻ പോലും ആ പെൺകുട്ടി പേടിക്കുന്ന എന്തുകൊണ്ടാ? നമ്മൾ ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. നിനക്ക് എന്ത് പറ്റിയാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ ഓരോ അമ്മമാരും തയ്യാറാവണം. ഇനി ആര് തയ്യാറായില്ല? കാരണം സ്ത്രീ തന്നെയാണ് എല്ലാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധമായ അഗ്നി ഗോളമാണ് സ്ത്രീ എന്നുള്ള ഓരോ സ്ത്രീയും മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ കുറെ പ്രശ്നങ്ങൾ തീരും, അല്ലെ? അപ്പൊ ഈ ഓരോ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കുക. എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാനും അതിനുള്ള അധികാരം നമ്മൾ കൊടുക്കുമ്പോൾ അവൾ സുരക്ഷിതമായി തിരിച്ചു വരാം. അതിനുള്ള ഒരു ആത്മബോധം നമ്മൾ അവരിൽ സൃഷ്ടിക്കാൻ ഓരോ ടീച്ചറും ഓരോ രക്ഷിതാക്കളും തയ്യാറാണോ? ഞാനൊക്കെ ഇപ്പൊ ലോകം മുഴുവനും നടന്ന് ജോലി ചെയ്ത ഒരാളാണ്. എന്റെ മുമ്പിൽ വന്നിട്ട് എന്നെ ഒരു ഞാൻ 30 നാഷണാലിറ്റീന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. എന്നെ ഒരാള് എന്റെ സമ്മതമില്ലാതെ തൊട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? ഞാൻ നിൽക്കേണ്ട പോലെ നിന്നാ. അപ്പൊ ഓരോ സ്ത്രീയും അത് തന്നെ വിചാരിക്കണം. ഞാൻ ഒരാളുടെ നിഴലായി നടക്കേണ്ട കാലമല്ല, എന്നെ അടിച്ചമർത്തേണ്ട ആളല്ല. ഒരു പരിധി വരെ അത് പറയാൻ കഴിയും. അതിലുപരി സംരക്ഷണം നൽകേണ്ടുന്ന ചില ബാധ്യതകളുണ്ട് ഭരണകൂടത്തിന്, സംവിധാനങ്ങൾക്കും ഒക്കെ. ഒരു പക്ഷേ നുസ്രത്ത് ജഹാന്റെ പ്രവർത്തന മേഖല തന്നെ ഡൽഹി ആയതുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമായി തന്നെ പറയാൻ കഴിയുമല്ലോ. കാരണം നേരത്തെ രാഖി രവികുമാർ പറയുകയുണ്ടായി, അതായത് ശ്രീമതി രാഖി രവികുമാർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഇത് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്, കേരളത്തിലെ സാഹചര്യം മാത്രം അങ്ങനെ എടുത്തു പറയേണ്ടതില്ല എന്നുള്ളതാണ്. എങ്കിലും കാരണം അത് പറയാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീക്ക് അത് പറഞ്ഞാൽ അവൾക്ക് എവിടുന്ന് സപ്പോർട്ട് കിട്ടണം? ഭരണകൂടത്തിന്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സ്ത്രീ പറഞ്ഞാൽ അവളെ വീടിന്റെ അകത്ത് ആക്രമിക്കപ്പെട്ട സ്ത്രീക്ക് വീടിന്റെ അകത്ത് സുരക്ഷിതമില്ലാത്ത എത്രയോ സ്ത്രീകളുണ്ട്. ഇപ്പൊ മുത്തലാഖ് ബില്ലും എല്ലാം കൊണ്ടുവന്നിട്ടും സ്ത്രീ സുരക്ഷിതയല്ല. അത് പോയി കേസ് കൊടുക്കുമ്പോ ഏതെങ്കിലും പോലീസുകാരെ ഞാൻ എത്ര കേസിന് വേണ്ടിയിട്ട് കേസ് എടുത്തില്ല പറഞ്ഞിട്ട് ഇവിടുന്ന് എസ്പിനെയും ഡിവൈഎസ്പിനെയും SI-നെയൊക്കെ വിളിക്കണ അവസ്ഥ എന്റെ കയ്യിലുണ്ട് എന്നറിയോ? അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഒരു സ്ത്രീയാണ് വന്നത്, അവളെ സുരക്ഷിതത്വം. അപ്പൊ ആ വീടിന്റെ അവളുടെ ഭർത്താവിന്റെ കുടുംബത്തിന്റെ സ്ഥാനം, അവരുടെ പണം ഒക്കെ ഡിപ്പെൻഡ് ചെയ്തേക്കും. രാഷ്ട്രീയ സപ്പോർട്ട് എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അത് വേറെ സ്റ്റേറ്റിലൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പൊ ഡൽഹിയിൽ കാണുമ്പോ, UP-യില്, ഡൽഹിയില്, ഉത്തരാഖണ്ഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോ കുറച്ചും കൂടി അത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴെങ്കിലും അവർക്ക് ഒരു നീതി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തിക സഹായം ഒരു സ്ത്രീക്ക് കിട്ടുക. ഇന്നിപ്പോ ഡൽഹിയിൽ ഒരു സ്ത്രീ മുഖ്യമന്ത്രി വന്ന് 2500 രൂപ എല്ലാ മാസവും ഒരു സ്ത്രീക്ക് കിട്ടണത്. പിന്നെ ബസ് കാത്തു നിൽക്കുന്ന പെൺകുട്ടികൾ സന്തോഷത്തോടെ കാത്തു നിൽക്കുന്നത്. കാരണം അവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ലേഡീസ് ഒൺലി പോകുന്ന ബസ്സുകൾ വരെ ഡൽഹിയിലുണ്ട്. എല്ലാം ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ മുമ്പ് കേൾക്കുന്ന ഒരു കാര്യം കേരളത്തിൽ എന്തായിരുന്നു? ബസ്സിന്ന് ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ പറ്റി. എത്ര സ്ത്രീക്ക് അത് വീട്ടിലുള്ളവർ കൂടെയുള്ള ആണിനോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിൽ. അത് എന്തുകൊണ്ട്? കാരണം നിയമം അത് ഏറ്റെടുക്കൂല. അപ്പൊ കുടുംബത്തിന് അത് നാണക്കേടാവും. അപ്പൊ സ്ത്രീ എപ്പോഴും ഒരു നാണക്കേടായ ഒരു വസ്തുവായിട്ടാണ് നമ്മൾ കേരളത്തിൽ കാണുന്നതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല.
ആ ചിന്താഗതി തന്നെ മാറ്റണം. എല്ലാരും ഒരുപോലെ നമുക്കുള്ള തുല്യാവകാശമല്ല, നമ്മളൊരു പടിക്ക് മുന്നേ തന്നെയാ സ്ത്രീയെ ഭൂമി ദേവിയായിട്ടും ദേവിയായിട്ടും ലക്ഷ്മിയായിട്ടും ഒക്കെ ആരാധിക്കുന്ന ഒരു ഭാരതത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ രാഷ്ട്രത്തിന്റെ ഒരു ട്രഡീഷൻ എങ്കിലും കീപ്പ് ചെയ്തിട്ട് അത്ര ബഹുമാനെങ്കിലും ഒരു സ്ത്രീക്ക് കൊടുക്കുക. പിന്നെ കല്യാണം, ഇപ്പൊ നമ്മൾ പറഞ്ഞു 21 വയസ്സ് കല്യാണാക്കിയപ്പോ കേരളത്തിൽ നിന്നല്ലായിരുന്നു ഏറ്റവും വലിയ ബഹളം വെച്ചത് മോദിക്കെതിരെ അമിത്ഷാക്കെതിരെ. 21 വയസ്സ് ഒരു പെൺകുട്ടിക്ക് അവളുടെ ഒരു ബോധം വരണമെങ്കിൽ 21 വയസ്സാവണം. ആ ഒരു കാര്യത്തില് ആ സമയത്ത് എടുക്കുന്ന ചിന്താഗതിയും അവള് സ്വന്തം കാലിൽ നിൽക്കാനായി എന്നുള്ള ഒരു ബോധം അവളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ഭരണകൂടത്തിന്റെ ആവശ്യമാണത്. അതിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണത്. എല്ലാം വോട്ട് വിചാരിച്ചിട്ട് ഇവരെ സന്തോഷിപ്പിച്ചാലേ വോട്ട് കിട്ടും. പണ്ട് ഷബാന ആസ്മി കേസ് വന്നപ്പോ ബില്ല് പാസ്സായ കോടതി പ്രഖ്യാപിച്ചത് രാജീവ് ഗാന്ധി ഇവിടുത്തെ മുത്തവന്മാർക്ക് വേണ്ടി ഇല്ലാതാക്കിയ ബില്ല്, ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ ബില്ല് പോലത്തെ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടി എന്നും കോൺഗ്രസ് അതായിരുന്നു ഈ രാജ്യത്ത് ചെയ്ത്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിപ്പോ കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഞാനൊക്കെ ബഹുമാനിക്കുന്നത്. അവരെപ്പോഴും സ്ഥാനത്ത് എന്നും നമ്മളെ കുട്ടിക്കാലത്ത് ഒരു ജാഥയിൽ കാണുക ആകെ കമ്മ്യൂണിസ്റ്റിന്റെ പെണ്ണുങ്ങളെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അതൊരു സന്തോഷം തോന്നും, ഇവർക്കും ഇങ്ങനെ പോവാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ ഇവിടെയെങ്കിലും. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് മാറി ഇന്നിപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ ശക്തമായി ഗവൺമെന്റ് കൂടെ നിൽക്കുന്നില്ല തന്നെ പറയേണ്ടി വരൂ. കാരണം നമ്മൾ കാണുന്ന അവസ്ഥ അതാണ്. ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറിയ ഒരു കേരളത്തിനെ കാണുന്നുള്ളു. അത് തിരിച്ചു വരുത്തണം എന്നുള്ള ആഗ്രഹം, കുറ്റപ്പെടുത്തലല്ല കേട്ടോ, അത് തിരിച്ചു വരുത്താന്നുള്ള നമ്മളെ മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും ആവശ്യം. കാരണം സ്ത്രീ ലോകത്തിലെ എന്ത് കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ്, മാൻമെയ്ഡ് കലാമിറ്റീസ്, യുദ്ധങ്ങൾ എല്ലാം വരുമ്പോ ആരാണ് ഏറ്റവും അധികം വിഷമിക്കുന്നത്? സ്ത്രീയും കുട്ടികളും. അപ്പൊ ആ സ്ത്രീയാണ്. ആ സ്ത്രീനെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റൂ? നിനക്ക് ഞങ്ങളുണ്ട്, നിന്റെ കുടുംബം ഇല്ലെങ്കിലും ഞങ്ങൾ ഗവൺമെന്റ് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിനെ നമുക്ക് ആവശ്യം തന്നെയാണ്. എന്നാൽ മാത്രമേ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. ഓരോ സ്റ്റേറ്റിന്റെ വലിയ സംവിധാനം ഇതിന് ചുക്കാൻ പിടിക്കേണ്ടിയിരിക്കുന്നു.